ഗീതാഞ്ജലി, നന്മയുടെ ഒരു കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വാർത്ത, ഞങ്ങളുടെ മാതൃഭൂമി ന്യൂസിലൂടെ വാർത്ത അറിയുമ്പോൾ ആ മനസ്സ് പിടഞ്ഞത്? നമസ്കാരം സാർ. ഞാൻ ഫോണിലൂടെയാണ് ഈ വാർത്ത കണ്ടത്. കണ്ടുകൊണ്ടിരുന്നപ്പോൾ സത്യത്തിൽ എനിക്ക് 2 മക്കളാണുള്ളത്. ഞാൻ അവരുടെ സ്ഥാനത്താണ് ആ കുഞ്ഞിനെ കണ്ടത്. അപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വിഷമമായി ആ വാർത്ത കണ്ടതിൽ. അങ്ങനെയാണ് ഞാൻ ആ കമന്റ് ഇട്ടത് തന്നെ. അപ്പോൾ കുഞ്ഞിനെ, കാരണം ഒരുപാട് ഇപ്പോൾ കുഞ്ഞുള്ളത് ബന്ധുക്കളുടെ കൂടെ ഒപ്പമാണ്. അപ്പോൾ കുഞ്ഞിനെയൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരുപാട് അനുകമ്പം നിറഞ്ഞ വിളികളൊക്കെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കമന്റുകളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ ദുരന്തഭൂമിയിൽ നോക്കൂ, ഒരു മാതാപിതാക്കൾ കിലോമീറ്ററുകളോളം വണ്ടി വിളിച്ച് മുലയൂട്ടാനായ ഭൂമിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ നല്ല ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിലേക്ക് എത്തണം, ഈ കുഞ്ഞിനെ കാണാനൊക്കെയുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഒന്നാമത് 2 ആമക്കൾ കൂടി ആയതുകൊണ്ട് ഒരു പെൺകുഞ്ഞിനോട് നമുക്ക് പ്രത്യേക വാത്സല്യം കാണുമല്ലോ സാർ. പിന്നെ എന്താണ് പറയണ്ടേ, എനിക്ക് വാക്കുകളില്ല സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേന്ന്. ഇപ്പം ആ കുഞ്ഞിന് ഇപ്പോൾ ഒരുപാട് സ്വത്തുവകകളൊന്നും എനിക്കില്ല. ഞങ്ങള് അന്നു കൊണ്ടുവന്ന് കഴിയുന്നവരാണെന്ന് ഞാൻ ആ കമന്റിൽ ഇട്ടിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് ജാതിയോ മതമോ ഒന്നും എനിക്ക് പ്രശ്നമില്ല. എന്റെ 2 മക്കളുടെ കൂടെ എന്റെ കുഞ്ഞെ ഒരു പെറ്റമ്മ പോലെ നോക്കാൻ എനിക്ക് സമ്മതമാണെന്നാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഗീതാഞ്ജലി, ചിലരൊക്കെ അതിവൈകാരികതയിൽ പല വാഗ്ദാനങ്ങൾ പറയും. പിന്നീട് ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് കുരുന്നുകളല്ലായാലും മുതിർന്നവരായാലും ഒക്കെയുണ്ട്. അപ്പോൾ ഒരു നിമിഷത്തിൽ തോന്നിയ അതിവൈകാരികതയല്ലല്ലോ? അല്ലല്ല, ഒരിക്കലും അല്ല സാർ. ഇന്നല്ലേ നാളെ എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല സാർ. ആ കുഞ്ഞിന്റെ സ്ഥാനത്ത് ഞാൻ എന്റെ മക്കളെയാണ് ഞാൻ കണ്ടത്. ഈ സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പറയുന്നത് ഒരുപാട് തണൽ ഏകുന്ന വൃക്ഷത്തിന് എന്നാണ് പറയുന്നത്. ആ തണലേകാൻ ഇന്ന് ആ കുഞ്ഞിന് മാതാപിതാക്കൾ ഇല്ല. അപ്പോൾ മാതാവിൽ നിന്നുമുണ്ടാകുന്ന ആ ഒരുപാട് അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ വാരി പൊതിഞ്ഞ, അതിനൊന്നും ഒരു കണക്കുകളില്ല. അപ്പോൾ ഇന്ന് അവൾ അറിഞ്ഞിട്ടില്ല അവൾക്ക് ഒപ്പം ആരുമില്ല എന്ന്. അങ്ങനെയൊക്കെയുമ്പോൾ അവളേക്ക് എത്തുക, ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് അവളിപ്പോൾ ഉള്ളത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒന്ന് കാണാൻ കൊതിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. ഗീതാഞ്ജലിയുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ഞാനിത് ഒരു ചെറിയ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങളിപ്പോൾ അവിടുന്ന് കോട്ടയത്തു നിന്ന് മാറി ഞങ്ങളിപ്പം തമിഴ്നാട്ടിലാണ്. എന്റെ ഹസ്ബൻഡ് സാധാ ഒരു ജോലിക്കാരനാണ്. ഞാൻ ആ കമന്റിൽ ഇട്ടിരുന്നു, സമ്പാദ്യമോ സാമ്പത്തികമോ അല്ലാതെ മറ്റു ഒന്നുമില്ല. എങ്കിൽ പോലും ആ കുഞ്ഞിനെ പൊന്നുപോലെ ഒരു കുറവും വരുത്താതെ ആ കുഞ്ഞിനെ ഒരച്ഛന്റെ അമ്മയുടെയും 2 കൂടപ്പിറപ്പുകൾ എന്ന നിലയിൽ ആ കുഞ്ഞിനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് വരുന്ന ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ, മാതൃഭൂമി ന്യൂസിലൂടെ കാണുമ്പോൾ എന്താണ് മനസ്സിൽ പൊള്ളിക്കുന്നുണ്ടല്ലേ? പൊള്ളിക്കാണ് സാർ, മനസ്സ് നൊന്ന് കരഞ്ഞു പോവുകയാണ് കാണുമ്പോൾ. ഈ കുഞ്ഞ് ഒരുപക്ഷെ ഒന്നും അറിയുന്നില്ല. കാരണം ഇന്നലെ വരെ ആ അമ്മ അച്ഛൻ നൽകിയിട്ടുള്ള ആ സ്നേഹമൊക്കെ അറിഞ്ഞ നാളുകളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ടതൊരു ക്യാമ്പിലേക്ക് എത്തുമ്പോൾ ബന്ധുക്കൾ നന്നായിട്ട് നോക്കും. അതൊക്കെ ആണെങ്കിലും അതെ, നമ്മൾ അറിയാമല്ലോ, നമുക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വേദന. അതെ, തീർച്ചയായിട്ടും. ഗീതാഞ്ജലിക്ക് എത്ര 2 മക്കളാണല്ലേ? ആൺമക്കളാണ്? എനിക്ക് 2 ആൺകുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു കുഞ്ഞിനെ എത്തിയ പോലെ നോക്കാനുള്ള ഒരു സന്മനസ് അറിയിക്കുകയാണ്. ഈ ബന്ധുക്കളെയൊക്കെ ആരെങ്കിലും വിളിക്കുകയോ മറ്റോ ചെയ്തോ? ഇല്ലില്ല, ഒന്നും ചെയ്തില്ല സർ. ഇതിപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്ന സ്കൂളിലോട്ടാണ് വിളിച്ചിരുന്നത്. അവിടുന്ന് അവരാണ് എന്നെ വിളിച്ച് ഈ കാര്യം പറഞ്ഞത്. ഇന്നപോലെ മാതൃഭൂമിയിൽ നിന്നും ഗീതാഞ്ജലിയെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ ഞങ്ങളുടെ HM പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എന്റെ നമ്പർ നേരിട്ട് അവർക്ക് കൊടുക്കൂ, ഞാൻ സംസാരിക്കാമെന്ന്. അങ്ങനെയാണ് ഇങ്ങനൊരു വാർത്തയുടെ ഇത് ഞാൻ അറിഞ്ഞു തന്നെ അന്നേരമാണ്. തീർച്ചയായും ഗീതാഞ്ജലി, ഇതിനൊക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. എന്തായാലും വലിയ ആ മനസ്സിന് 1000 നന്മകൾ കേരളത്തിൻ്റെതായ മാതൃഭൂമി ന്യൂസിലൂടെ അറിയിക്കുകയാണ് കേട്ടോ.